മറ്റൊരു വാർത്തയിലേക്ക്. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് MVDയും കണ്ടെത്തിയിരുന്നു. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓർഡർ വാഹനം മലയാളിയുടേതാണെന്നാണ് സംശയമുയർന്നിരിക്കുന്നത്. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ എഞ്ചിൻ നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹനത്തിന്റെ വിലാസം മൂവാറ്റുപുഴ സ്വദേശിയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ കൂടിയാണല്ലോ. EDയുടെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. അത് കോടതിയും പറഞ്ഞിരുന്നു EDയും അന്വേഷിക്കട്ടെ എന്ന്. പക്ഷേ ഈ ഫസ്റ്റ് ഓണർ ആര് എന്നുള്ള കാര്യം, അതിൽ ഇപ്പോഴും സംശയം തുടരുകയാണല്ലോ. അത് മലയാളിയുടേതാണെങ്കിൽ ഈ കള്ളക്കടത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ളയാൾ എന്നുകൂടി വരികയാണല്ലോ. തീർച്ചയായും അങ്ങനെ കൂടി വരും. മഞ്ജുഷ പറഞ്ഞതുപോലെ ഇതൊരു ഗുരുതര സ്വഭാവമുള്ള രീതിയിലേക്കെല്ലാം തന്നെ ഈ കേസ് മാറുകയാണ്. തുടക്കത്തിൽ തന്നെ അത് കസ്റ്റംസ് സൂചിപ്പിച്ചിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചില ക്രയവിക്രയങ്ങൾ അത് വളരെ സംശയത്തിൻ്റെ നേരിലുള്ളതാണ് എന്നത് പറഞ്ഞിരുന്നു. അതിന് അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ വാഹനത്തിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച്. ഇത് അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ഒരു വാഹനം പിന്നീട് അത് അസം സ്വദേശിയുടെ പേരിലാകുന്നു. അതിൽ തന്നെ തുടക്കത്തിൽ തന്നെ സംശയം തോന്നിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസമിൽ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു മേൽവിലാസമോ ഇങ്ങനെയൊരാളോ ഈ മേൽവിലാസത്തിൽ ഇങ്ങനെയൊരാളില്ല എന്നതാണ് വ്യക്തമാവുകയും ചെയ്തത്. അപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വന്നിരുന്നു. ഇതിൽ വ്യക്തമാക്കിയിരുന്നത് ഇതിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതായിരുന്നു. അതിൽ എഞ്ചിൻ നമ്പർ, അതിൻ്റെ ചേസ് നമ്പർ ഉപയോഗിച്ചുള്ള പരിശോധന, അത്തരം കാര്യങ്ങൾ കണ്ടെത്തിയത് ഇത് മൂവാറ്റുപുഴ സ്വദേശിയുടെ പേരിലുള്ള ഒരു വാഹനമാണ്. അതാണ് അഡ്രസ്സിലുള്ളത്. അതിൽ പേര് ശരിയാണ്, പക്ഷേ അതിൻ്റെ ഈ അസം അതല്ല അതിൻ്റെ ഒരു RC ബുക്കിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ RC ബുക്കുമായി ബന്ധപ്പെട്ട് ഉള്ള മേൽവിലാസം എന്നാൽ അസമിലേതുമാണ്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ മൂവാറ്റുപുഴ സ്വദേശിക്ക് ഇത് എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇയാൾക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകുകയും ചെയ്യും. 92 മോഡൽ വാഹനമാണ്. 2012 ഇത് റീ രജിസ്ട്രേഷൻ എന്ന രീതിയിലേക്കെല്ലാം തന്നെ അസമിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നിറം മാറ്റാനായിട്ടാണ് ഇവിടെ കൊച്ചിയിലെ വാഹന ഷോറൂമിൽ എത്തുകയും ചെയ്തത്. അതിൽ സംശയമുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരച്ചിൽ വ്യാപകമാക്കിയതോടെയാണ് ഈ ഉടമ ഇതിൻ്റെ രൂപമാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും ഇത്തരം ഈ തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നു എന്ന സംശയം കൂടിയാണ് ഇതിൽ ബലപ്പെടുകയും ചെയ്യുന്നത്. ഇയാളോട് ഹാജരാകാൻ നിർദ്ദേശിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. ഒപ്പം ED ഇതിൽ അന്വേഷിക്കുന്നത് കള്ളപ്പണം അടക്കം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയം EDക്കുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം നടൻ അമിത് ചക്കാലക്കലിനെ വീണ്ടും വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ താരങ്ങൾക്കിടയിലെ വാഹന ഇടപാടുകാരിൽ പ്രധാനപ്പെട്ട ഒരാളാണെന്ന സൂചനയാണ് കസ്റ്റംസിന് ലഭിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണം വേണമെന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളിൽ നിന്ന് ഒരു വാഹനവും മറ്റ് ഗാരേജിൽ നിന്ന് ഇയാളുടെ റഫറൻസിൽ വന്ന 6 വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നു. ഈ റഫറൻസിൽ വന്ന വാഹനങ്ങളുടെ ഇടനിലക്കാർ ഇദ്ദേഹമാണ് എന്നൊരു സംശയമാണ് കസ്റ്റംസിനുള്ളത്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ശരി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ഫസ്റ്റ് ഓണർ രജിസ്ട്രേഷൻ തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ദുരൂഹതയായിരിക്കുന്നത് അല്ലേ? കേരളത്തിൽ നിന്ന് തന്നെ ഫസ്റ്റ് ഓണർ രജിസ്ട്രേഷൻ ഉള്ള ഒരു കാർ കണ്ടെത്തി എന്ന് പറയുന്നത്. ഈ അസം സ്വദേശിയുടെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ? അതെന്തെങ്കിലും പുറത്ത് വരുന്നുണ്ടോ? മാഹിൻ അല്ലേ?